ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നാളെ കൂടുതൽ ഇന്ത്യക്കാർ തിരിച്ചെത്തും. ഇൻഡിഗോ 30 സർവീസുകൾ നടത്തും. എയർ ഇന്ത്യയുടെ 23 സർവീസുകളും ഇന്ത്യയിലേക്കുണ്ടാകും. വ്യോമാതിർത്തി കേന്ദ്രീകരിച്ച് കൂടുതൽ നടപടികൾ ആരംഭിച്ചതായി വ്യോമയാന മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി റഷീദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന്. റഷീദ്, എത്ര യാത്രക്കാരാണ് നാളെ ഡൽഹിയിൽ എത്തുക? കൂടുതൽ സർവീസുകൾ ആരംഭിച്ചത് യാത്രക്കാർക്ക് വലിയ ആശ്വാസം തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിരവധി വിമാന സർവീസുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റദ്ദാക്കിയിട്ടുള്ളത്. ഇതിൽ വലിയ ആശങ്കയിലായിരുന്നു ഇന്ത്യക്കാർ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഭാഗികമായിട്ടുള്ള ആശ്വാസം തന്നെയാണ് ഉള്ളത്. നാളെ മുതൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇൻഡിഗോ 30 സർവീസുകളും എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ് അടക്കമുള്ളവ 23 സർവീസുകളും നടത്തുമെന്നുള്ളതാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നിലവിലെ വ്യോമപാതകളിൽ ചില സാങ്കേതിക പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു വഴികൾ തേടിയായിരിക്കും ഈ സർവീസുകൾ നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ സാഹചര്യങ്ങൾ വിലയിരുത്തി കൂടുതൽ സർവീസുകൾ നടത്തുമെന്നുള്ള കാര്യം കൂടി വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1000-ലധികം ഇന്ത്യക്കാർ നാളെ തിരിച്ചെത്തുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഇന്ത്യൻ വിമാന കമ്പനികൾ 1221 സർവീസുകൾ റദ്ദാക്കിയിരുന്നു. വിദേശ വിമാന കമ്പനികളുടെ 338 വിമാന സർവീസുകളുമാണ് ഇന്ത്യയിലേക്ക് ഉള്ള സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ഇന്ത്യക്കാർക്ക് തിരിച്ചെത്താൻ ആകുമെന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി റഷീദ്.